അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ BJP നേതാക്കൾ വിളിച്ചാലും പ്രധാനമന്ത്രി വിളിച്ചാലും ഈ രാജ്യത്തൊരു തീവ്ര ഹിന്ദുത്വ നിലപാട് കൈക്കൊള്ളുകയും അതൊരു അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതൊരു പ്രത്യയശാസ്ത്രമായി മുന്നോട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ രാജ്യത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു എന്ന കണക്കുകൾ വെച്ചുകൊണ്ടാണ് തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറാൻ വ്യതിചലിക്കാൻ തയ്യാറല്ല, അതേസമയം തന്നെ മതമേലധ്യക്ഷന്മാരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപ സ്വഭാവമുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നുവെന്നും ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വിളിച്ച വിരുന്ന് സൽക്കാരത്തിൻ്റെ കാര്യത്തിലായാലും നാളെ ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ വന്ന ഒരുപക്ഷെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നത്, അതൊക്കെ ആയാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്താൻ വേണ്ടി BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളും അടവുകളുമാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു സജി ചെറിയാൻ ചെയ്തതെന്നാണ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഖേദപ്രകടനത്തോടുകൂടി സഭാ നേതൃത്വം ഇതെല്ലാം ക്ഷമിക്കുമെന്നും പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്നും BJP വിലയിരുത്തും. BJPക്ക് അങ്ങനെ വിലയിരുത്തേണ്ട കാര്യമില്ല. BJP വളരെ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. BJP വിലയിരുത്തിയിരിക്കുന്നത് രണ്ട് കാര്യമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിൽ ഇല്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഈ മുദ്രാവാക്യം ഉയർത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ മുദ്രാവാക്യത്തിനും മാറ്റം വന്നിരിക്കുന്നു. ഞങ്ങളിലില്ല ഹിന്ദു രക്തം, അത് ശരിയാണ്. ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, അതും ശരിയാണ്. പക്ഷേ ഇപ്പം ഞങ്ങളിലുള്ളത് മുസ്ലിം രക്തമാണ്. അതുകൊണ്ട് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഭീകരവാദികൾ ലോകത്ത് എവിടൊക്കെ ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ടോ, ലോകത്ത് എവിടൊക്കെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നുണ്ടോ അതിനെല്ലാം ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരും ഹിന്ദുക്കളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് വളരെ പരസ്യമായി, ഒരുപക്ഷെ കേരളത്തിന് അപമാനമായ, ഞാനും നിങ്ങളും ചർച്ച ചെയ്ത, വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യാതിരുന്ന ഒരു മുദ്രാവാക്യം ഈ കേരളത്തിൽ ഉയർന്നു. അത് ഉയർത്തിയതാരാ? അത് ഉയർത്തിയത് മുസ്ലിം ഭീകരവാദികളാണ്. അവരും പലരും സൂക്ഷിച്ചോ, കുന്തിരിക്കം സൂക്ഷിച്ചോ, ഞങ്ങൾ വരുന്നു. ആരാ? കാലന്മാർ, നിങ്ങളുടെ കാലന്മാർ. മുദ്രാവാക്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മുദ്രാവാക്യം വിളിച്ചത് വളരെ പ്രകടമായ ഒരു കൊച്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിന് ആ മുദ്രാവാക്യം പറഞ്ഞു കൊടുത്തതാണ്. ആ മുദ്രാവാക്യം വിളിക്കപ്പെട്ടത്, ആ മുദ്രാവാക്യം മുഴങ്ങിയത് പിണറായി വിജയൻ്റെ കാലത്താണ്, ഭരണകാലത്താണ്, ഏതാനും നാളുകൾക്ക് മുമ്പാണ്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുന്തിരിക്കം സൂക്ഷിച്ചു വച്ചോ എന്ന് പറയുന്നത് ക്രൈസ്തവരോടാണ്. നിങ്ങളെ കൊല്ലാൻ വരുന്ന കാലന്മാരാണ് ഞങ്ങൾ. എന്നിട്ട് ആ കാലന്മാർ നേരെ പാലാ ബിഷപ്പിൻ്റെ വസതിയിലേക്ക് പോയി. സജി ചെറിയാനെ കണ്ടില്ലല്ലോ, CPM നേതാക്കന്മാരെ കണ്ടില്ലല്ലോ. നിങ്ങൾ പാലാ ബിഷപ്പിൻ്റെ മുമ്പിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുമെന്ന് പറഞ്ഞ് DYFഐയെ കണ്ടില്ലല്ലോ. അവിടെ ചെന്നത് BJPക്കാരാ. പാലാ ബിഷപ്പിൻ്റെ ബിഷപ്പ് ഹൗസിന് മുമ്പിൽ നിങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തെ, ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യുക, എന്നിട്ട് ഏതാണ്ട് ശ്രീധരം കൊടുക്കുക, മരുമകന് ശ്രീധരം കൊടുക്കാൻ പോകുന്നത് പോലെ എന്ന് പറയാറില്ലേ, അതേപോലെ ഈ കേരളത്തെ തളികയിൽ വെച്ച് ചില ആളുകൾക്ക് കൊടുക്കാൻ, ഭീകരവാദികൾക്ക് കൊടുക്കാനുള്ള ശ്രമകരമായ ദൗത്യം കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രൈസ്തവ സഭ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് വളരെ കൂടുതൽ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ കൂടുതൽ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കാരണം? അതിൻ്റെ ഒന്നാമത്തെ കാരണം, 2-3 കാരണമുണ്ട്. അതിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകം മുഴുവനും ക്രൈസ്തവ രാജ്യങ്ങൾ പിടിച്ചടക്കപ്പെട്ട് ക്രൈസ്തവരെ പുറത്താക്കി, ക്രൈസ്തവ പള്ളികൾ തകർത്ത്, ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർത്ത്, ക്രൈസ്തവരെ ഇല്ലാതാക്കി ലോകം മുഴുവനും മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രൈസ്തവ സഭയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രൈസ്തവ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ തലത്തിൽ തന്നെ ക്രൈസ്തവ വേട്ട നടക്കുന്ന സമയത്ത് അതിനെ ശക്തമായി എതിർക്കുന്ന ഒരേ ഒരു ഭരണകൂടം ഇന്ന് ലോകത്തുള്ളത്, അതായത് ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് ലോകത്തുള്ളത് ഇന്ത്യയാണ്, ഭാരതമാണ്, നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് ഓർഗാനിക്കായിട്ട്
ഇവിടുത്തെ ക്രൈസ്തവർ അവരുടെ ജീവിതം ശാശ്വതമായി സമാധാനമായി അവർക്ക് ലോകത്ത് ഇൻക്ലൂഡിങ് ഇന്ത്യ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി വേണം, BJP വേണം എന്ന ഓർഗാനിക് ആയിട്ടുള്ള ചിന്ത ഓരോരുത്തരുടെയും ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. സാധാരണ ആളുകൾ ഒരു പരിധിയിൽ ഞങ്ങളെ ഒരു കാര്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ നമ്മളുടെ ഒരു സെക്യുലാർ അല്ല, ഞാൻ ഒറ്റ കാര്യം, നമ്മുടെ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷനുള്ള, മുസ്ലിം ജനവിഭാഗമുള്ള ലോകത്തിലെ തന്നെ രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഈ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ പിന്തുണ BJPക്ക് വേണ്ട എന്നാണോ താങ്കൾ ഈ മുസ്ലിം വിരുദ്ധതയാണ് അല്ലെങ്കിൽ മുസ്ലിം പ്രീണനമാണ് CPMൻ്റെ അജണ്ട എന്ന് പറയുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മുസ്ലിം ക്രൈസ്തവ രാഷ്ട്രങ്ങളെ പിടിച്ചടക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പോരാടുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞ ഭാഷ താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് താങ്കളുടെ കുഴപ്പം. മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, മുസ്ലിം ഭീകരവാദം, ഇതാണ് ഞാൻ ഉപയോഗിച്ചത്. വി ആർ വെരി സ്ട്രോങ്ലി എഗനിസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ടെററിസം. എന്തുകൊണ്ടാണ് ഹമാസിനെ എതിർത്തത്? എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തുള്ള ഭീകരവാദങ്ങളെ, ആ ഭീകരവാദങ്ങളിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ഭീകരവാദങ്ങളും നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി അത് ഒരു മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് ഭീകരവാദ പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ അതേ സമയത്ത് ദേശീയവാദികളായ, രാജ്യസ്നേഹികളായ, രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്ന, രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദേശസ്നേഹികളായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഭീകരവാദികൾ. ആ ഭീകരവാദികൾക്ക് ചൂട്ട് കൊടുക്കുകയാണ്, ചൂട്ട് കത്തിക്കുകയാണ് CPM. ഇവർ പറയണം ഇത് തെറ്റാണെന്ന്. പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് ചെയ്യുമ്പം ഈ സജി ചെറിയാൻ പറയണം ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്കിത് അനുവദിക്കാൻ പറ്റില്ല, പോലീസിനെ കൊണ്ടുവരണം, അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. സ്വീകരിച്ചോ അവര്? അപ്പോൾ ഇവർ ഈ ഭീകരവാദികൾക്ക് ചൂട്ട് കത്തിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം മുസ്ലിം മുഴുവൻ ഞങ്ങൾക്ക് മുസ്ലിം സമൂഹം പിന്തുണ തരുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കാതെ ഛത്തീസ്ഗഡിൽ ജയിക്കില്ല. ഇത്രയേറെ വോട്ട്, ഇത്രയേറെ സീറ്റ് മധ്യപ്രദേശിൽ കിട്ടില്ല. ഇതാ ഏതൊരാൾക്കും മനസ്സിലാവുന്നതാ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ UPയിൽ ഞങ്ങൾ ജയിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയോ, ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയോ, അതൊക്കെ വേറെ വിഷയം. പക്ഷെ വേറെ വിഷയമാകുന്നത് അത് മുസ്ലിം പ്രാതിനിധ്യം എവിടെ? BJPയുടെ പേരിൽ ടിക്കറ്റിൽ എവിടെ മുസ്ലിം പ്രാതിനിധ്യം എവിടെ എന്ന് ചോദിക്കുന്നത്? മുസ്ലിം പ്രാതിനിധ്യം മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിനുള്ളിലാണ് ഞങ്ങളുടെ പ്രാതിനിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. ഇവിടെ കുറേ ആളുകളുണ്ട്, ഈ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു മുസ്ലിമിനെ കൊണ്ടുവെക്കും, ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവെക്കും, ഒരു നായരെ കൊണ്ടുവെക്കും, ഒരു നമ്പൂരിയെ കൊണ്ടുവെക്കും, ഒരു ഹിന്ദു എന്ന് പറഞ്ഞ് കാണിക്കും. ഇതൊന്നുമല്ല ദേശീയതയും സംസ്കാരവും പാരമ്പര്യവും ഒക്കെ. മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവരെ മാറോടണയ്ക്കണം. അവർ ഈ നാടിൻ്റെ സന്തതികളാണെന്ന് ചിന്തിക്കണം. തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അപ്പോൾ അവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കാം. തങ്ങളുടെ സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ പള്ളിയിൽ കയറി വെടിവെക്കാം. നമ്മുടെ രാജ്യം ഒരു വിഭജനം തന്നെ, നമ്മുടെ രാജ്യത്ത് ഒരു വിഭജനം തന്നെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ഹിന്ദു പ്രാതിനിധ്യം ഉറപ്പാക്കപ്പെടുകയും ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായി രാജ്യം മാറുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾ ആര് സംരക്ഷിക്കപ്പെടുമെന്ന മുസ്ലിം ജനവിഭാഗത്തിനുണ്ടായിരുന്ന ആശങ്കയിൽ നിന്നാണ്, അതിൻ്റെ രാഷ്ട്രീയ വാദങ്ങളിൽ നിന്നാണ് ഈ രാജ്യം വിഭജനത്തിൻ്റെ ആദ്യ ചിന്തകൾക്കുള്ള വിത്തുപാകിയത്. താങ്കൾക്ക് എന്നേക്കാൾ നന്നായി ചരിത്രം അറിയാവുന്നതല്ലേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? അപ്പോൾ പിന്നെ പ്രാതിനിധ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് താങ്കൾ ചോദിക്കുന്നതിൽ ഞാൻ ഒരു തരത്തിലും അതിനെ ആ നിലയ്ക്ക് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ ആ വാദത്തിലേക്ക് താങ്കൾ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അല്ല, ആ വാദത്തിലെ താങ്കൾ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഈ മണിപ്പൂരായാലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MPമാരാരാ? ഏത് പാർട്ടിക്കാ? താങ്കൾ ആ കണക്കൊന്ന് പരിശോധിക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MPമാർ BJPയാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MLAമാർ BJPയാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ തെങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ മുഖ്യമന്ത്രിമാർ BJPയാ. നിങ്ങളുടെ ഈ വാദം നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ പറയണം BJP എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ രക്ഷകർ, BJP ആണ്, കോൺഗ്രസും അല്ല, വേറെ ആരുമല്ല എന്ന് താങ്കൾ പറയണം. തയ്യാറാണോ? താങ്കളുടെ ചർച്ച, കഴിഞ്ഞ ദിവസത്തെ ചർച്ച ഞാൻ കണ്ടതാ ഈ ചാനലിലെ. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് വാദം നിങ്ങൾ സ്വീകരിക്കരുത്. ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് അവിടെ നിർത്തി. ബാക്കി ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ പോയിൻ്റ് അതല്ല. ഞാൻ പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞു വന്നത്
സർക്കാരിൻ്റെ വിഷയം വരുമ്പോൾ, സർക്കാരിൻ്റെ നിലനിൽപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയം വരുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നികൃഷ്ടജീവിയാണ് പള്ളിയിലെ എല്ലാ ബിഷപ്പുമാരും. ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ പള്ളി വേണമെങ്കിൽ തല്ലിപ്പൊളിക്കും, ബൈബിൾ വേണമെങ്കിൽ വലിച്ചു കീറും, കുരിശു വേണമെങ്കിൽ അവർ ഒടിച്ചു മാറ്റും. ഇനി അവരുടെ സർക്കാരിനെ നിലനിർത്താൻ ആവശ്യമാണെങ്കിൽ അവരെവിടെ കയറിയും പോലീസിനെ കൊണ്ട് വെടിവെപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പള്ളിയുടെ ഉള്ളിൽ വെടിവെച്ചത് ആരാ? CPM അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒല്ലൂർ പള്ളിയിൽ പോയി. അപ്പോൾ അവിടുത്തെ അച്ഛൻ ഫാദർ എനിക്ക് കാണിച്ചു തന്നു, ഗോപാലകൃഷ്ണൻ ഈ ചുമരിൽ കാണുന്ന ഈ പാടുകളൊക്കെ അറിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം അച്ഛാ, ഇതൊക്കെ നമ്മുടെ EMS മന്ത്രിസഭ പിരിച്ചുവിടുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് നടന്ന പ്രക്ഷോഭം ഉണ്ടല്ലോ, ആ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് നടത്തിയ വെടിവെപ്പാണ്. 1,50,000 ക്രൈസ്തവരെയാണ് 1,50,000 ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്തത്. അതിൽ 40,000 45,000 എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 50,000 സ്ത്രീകളെ, ക്രൈസ്തവ സ്ത്രീകളെ വിവിധ പള്ളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? വെടിവെച്ചിട്ടുണ്ട്. പള്ളിയിൽ അങ്കമാലി വെടിവെച്ചിട്ടില്ലേ? ഒല്ലൂരിൽ വെടിവെച്ചിട്ടില്ലേ? ഫ്ലോറയുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഗർഭിണിയായിരുന്നു ഫ്ലോറ. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തു ആവാം? മാർക്സിസ്റ്റ് പാർട്ടിക്ക് വെടിവെക്കാം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് പള്ളി പൊളിക്കാം, അങ്കമാലി പോയിട്ട് ബൈബിൾ കീറാം, നികൃഷ്ട ജീവി എന്ന് വിളിക്കാം. പക്ഷെ ബാക്കിയുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാം, അവരെ ഭീഷണിപ്പെടുത്താം. പക്ഷെ അതേ സമയത്ത് ഈ ക്രൈസ്തവ സഭ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ബന്ധം വെച്ചാൽ ഉടനെ ചാടി വരും. ഞങ്ങളാണ് ക്രൈസ്തവ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ പറയാം, ഒരൊറ്റ മിനിറ്റിൽ ഞാൻ തീർക്കാം, ഒറ്റ മിനിറ്റിൽ തീർക്കാം പ്ലീസ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡിൽ തീർക്കാം. ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഒരു സാംസ്കാരിക മന്ത്രിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരം വേണ്ടേന്ന്? പള്ളിയിലെ അച്ഛന്മാരൊക്കെ വാറ്റ് കുടിക്കാന്ന് പറഞ്ഞാൽ, വാറ്റിയ എന്ന വാക്കുപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മിസ്റ്റർ? എന്നിട്ട് പറയാം ഞാൻ പിൻവലിച്ചു എന്ന്. പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് പിൻവലിച്ചിട്ട് എന്ത് കാര്യം? അത് ശരിയല്ല. ഇങ്ങനെ പറയുന്നതെല്ലാം എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയല്ലേ? ഇങ്ങനെ ശാസിക്കാൻ CPM തയ്യാറായിട്ടില്ല. ശരി, ഞാൻ വരാം. അത് പാർട്ടി പരിശോധിക്കുമെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. ഞാൻ വരാം. ഡോക്ടർ